ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദി സ്മാർട്ട് കൊമേഴ്സ് ചാനൽ ക്ലാസ്. ആദ്യം തന്നെ ഒരു അഭ്യർത്ഥന, ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുമെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. MG യൂണിവേഴ്സിറ്റി സെമസ്റ്റർ 2 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഹയർ പർച്ചേസ് അക്കൗണ്ട്സ് ആണ് ഈ എപ്പിസോഡിൽ നാം തുടങ്ങുന്നത്. ആദ്യം ഹയർ പർച്ചേസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഹയർ പർച്ചേസ്? ഹയർ പർച്ചേസ് സിസ്റ്റം ഈസ് എൻ എഗ്രിമെൻറ്റ് ടു പർച്ചേസ് ആൻഡ് സെയിൽ ഗുഡ്സ് ഓൺ കണ്ടീഷൻ ദാറ്റ് പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആൻഡ് ദി ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് to the buyer only when the last installment is paid. The parties to the agreement are known as hire purchaser or hire buyer and hire vendor or hire seller. പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റുകളായി നൽകിക്കൊള്ളാമെന്നും എന്നാൽ സാധനങ്ങളുടെ ഉടമസ്ഥത അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നൽകുമ്പോൾ മാത്രമേ കൈമാറുകയുള്ളൂ എന്നുമുള്ള വ്യവസ്ഥയിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു എഗ്രിമെൻ്റാണ് ഹയർ പർച്ചേസ്. ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന കക്ഷികളെ ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ഹയർ ബയർ എന്നും ഹയർ വെൻഡർ അല്ലെങ്കിൽ ഹയർ സെല്ലർ എന്നും വിളിക്കുന്നു. നൗ നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പോയിന്റ് നമ്പർ 1, പൊസഷൻ ഓൺലി ഈസ് ട്രാൻസ്ഫേർഡ്. The hire vendor transfers only the possession of the goods to the hire purchaser when the contract for hire purchase is made. കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ സാധനങ്ങളുടെ കൈവശാവകാശം മാത്രമേ ഹയർ വെൻഡർ ഹയർ പർച്ചേസർക്ക് കൈമാറുന്നുള്ളൂ. നമ്പർ 2, പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്. The goods are delivered by the hire vendor on condition that the hire purchaser should pay the agreed amount in periodical installments. ഹയർ പർച്ചേസർ സമ്മതിച്ചിട്ടുള്ള തുക ഇൻസ്റ്റാൾമെൻറ്റുകളായി നൽകിക്കൊള്ളാം എന്നുള്ള വ്യവസ്ഥയിലാണ് സാധനങ്ങൾ ഹയർ വെൻഡർ ഹയർ പർച്ചേസർക്ക് കൈമാറുന്നത്. നമ്പർ 3, ക്യാപിറ്റൽ ഗുഡ്സ്. ഹയർ പർച്ചേസ് സിസ്റ്റം കനോട്ട് ബി ഫോളോഡ് ഇൻ കൺസ്യൂമബിൾ ആൻഡ് പെരിഷബിൾ ഐറ്റംസ് ബട്ട് ഫോളോഡ് ഇൻ ദി കേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ അസറ്റ്സ് ഓൺലി. ഹയർ പർച്ചേസ് സിസ്റ്റം പെട്ടെന്ന് ചീത്തയാകുന്ന കൺസ്യൂമബിൾ അല്ലെങ്കിൽ പെരിഷബിൾ സാധനങ്ങളുടെ കാര്യത്തിൽ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ അസറ്റുകളുടെ കാര്യത്തിൽ മാത്രമേ ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്പർ 4, ഡൗൺ പേയ്മെൻറ്റ്. ദി ഹയർ പർച്ചേസർ ജനറലി മേക്സ് എ ഡൗൺ പേയ്മെൻറ്റ് ഓർ ഇനീഷ്യൽ പേയ്മെൻറ്റ് ഓൺ സൈനിങ് ദി അഗ്രിമെൻറ്റ് ആൻഡ് ദി ബാലൻസ് ഓഫ് ദി എമൗണ്ട് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഹയർ പർച്ചേസർ സാധാരണ ഒരു ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആദ്യ പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ നൽകുന്നു. ബാക്കി തുക പലിശയും കൂടെ ചേർത്ത് ഇൻസ്റ്റാൾമെൻറ്റുകളായി നൽകുകയും ചെയ്യുന്നു. നമ്പർ 5, ഹയർ ചാർജസ്. ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഡൗൺ പേയ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഹയർ ചാർജസ് ബൈ ദി സെല്ലർ ടിൽ ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. ഡൗൺ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഓരോ ഇൻസ്റ്റാൾമെൻറ്റും അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതുവരെ സെല്ലർ വാടകയായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. നമ്പർ 6, ഓപ്ഷൻ ടു പർച്ചേസ്. The hire purchaser has the option to purchase the hired goods by making the full payment. മുഴുവൻ പേയ്മെൻറ്റും കൊടുത്തുകൊണ്ട് സാധനങ്ങളുടെ ഉടമസ്ഥത വാങ്ങുന്നതിനുള്ള ഒരു ഓപ്ഷൻ പർച്ചേസർക്കുണ്ട്. നമ്പർ 7, ടൈറ്റിൽ ഇൻ ദി ഗുഡ്സ്. ദി പ്രോപ്പർട്ടി ഓർ ടൈറ്റിൽ ഇൻ ദി ഗുഡ്സ് ഈസ് ടു ബി പാസ്ഡ് ടു ദി ഹയർ പർച്ചേസർ ഓൺ ദി പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ സാധനങ്ങളുടെ ഉടമസ്ഥത പർച്ചേസർക്ക് കൈമാറുന്നു. Number 8, termination of agreement. The hire purchaser has the right to terminate the agreement at any time before passing the ownership. ഉടമസ്ഥത കൈമാറുന്നതിന് മുൻപുള്ള ഏത് സമയത്തും എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള അവകാശം ഹയർ പർച്ചേസർക്കുണ്ട്. നമ്പർ 9, റൈറ്റ് ടു റീപൊസഷൻ. In case of default in respect of payment of even the last installment, the hire vendor has the right to repossess or take the goods back without paying any compensation. അവസാനത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ പോലും അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ
നഷ്ടപരിഹാരം ഒന്നും നൽകാതെ തന്നെ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതിനുള്ള അവകാശം ഹയർ വെൻഡർക്ക് ഉണ്ടായിരിക്കും. നൗ സം സ്പെഷ്യൽ ടേംസ് കണക്ട് വിത്ത് ഹയർ പർച്ചേസ്. നമ്പർ 1 there, ക്യാഷ് പ്രൈസ്. It is the amount for which an article can be purchased by immediately making a lump sum payment without any facility of installment. ഇൻസ്റ്റാൾമെൻറ്റ് സൗകര്യമില്ലാതെ പേയ്മെൻറ്റ് ഒന്നിച്ച് പെട്ടെന്ന് നൽകിക്കൊണ്ട് ഒരു സാധനം വാങ്ങുന്നതിന് കൊടുക്കേണ്ടുന്ന തുകയാണ് ക്യാഷ് പ്രൈസ്. നമ്പർ 2 ഹയർ പർച്ചേസ് പ്രൈസ്. ഇറ്റ് മീൻസ് ദി ടോട്ടൽ സം പേയബിൾ ബൈ ദി ഹയറർ അണ്ടർ എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. Thus, hire purchase price is equal to cash price plus interest charged. ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഹയറർ കൊടുക്കേണ്ട മൊത്തം തുകയാണ് ഹയർ പർച്ചേസ് പ്രൈസ്. എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസ് പ്രൈസിൽ ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും ഉൾപ്പെടുന്നു. നെക്സ്റ്റ് നമ്പർ 3 ഡൗൺ പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് ദി എമൗണ്ട് റിക്വയർഡ് ടു ബി പെയ്ഡ് ബൈ ദി ബയർ ഓൺ സൈനിങ് ദി എഗ്രിമെൻറ്റ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹയർ പർച്ചേസ് പ്രൈസ്. എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ബയർ നൽകേണ്ടതായിട്ടുള്ള തുകയാണ് ഡൗൺ പേയ്മെൻറ്റ്. ഇത് ഹയർ പർച്ചേസ് പ്രൈസിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. നൗ നെക്സ്റ്റ് ഈസ് റൈറ്റ്സ് ഓഫ് ഹയറർ. ഹയററുടെ അവകാശങ്ങൾ. നമ്പർ 1 റൈറ്റ് ടു ടെർമിനേറ്റ് ദി എഗ്രിമെൻറ്റ്. ദി ഹയറർ ക്യാൻ ടെർമിനേറ്റ് ദി എഗ്രിമെൻറ്റ് അറ്റ് എനി ടൈം ആഫ്റ്റർ ഗിവിംഗ് 14 days നോട്ടീസ് ടു ദി ഓണർ. He has to tender the goods to the owner for it. ഉടമയ്ക്ക് ഒരു 14 ദിവസത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് ഏത് സമയത്തും എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള അവകാശം ഹയറർക്കുണ്ട്. ഇതിന് ഹയറർ ഓണർക്ക് സാധനങ്ങൾ തിരിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. നമ്പർ 2 റൈറ്റ് ടു പർച്ചേസ് ദി ഗുഡ്സ്. ദി ഹയറർ ഹാസ് ദി റൈറ്റ് ടു പർച്ചേസ് ദി ഗുഡ്സ് ആഫ്റ്റർ ഗിവിംഗ് എ 14 days നോട്ടീസ്. He has to give the balance of the higher purchase price to the owner as reduced by a rebate. 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ട് സാധനങ്ങളുടെ ഉടമസ്ഥത വാങ്ങുന്നതിനുള്ള അവകാശം ഹയറർക്കുണ്ട്. ഇതിന് ഹയർ പർച്ചേസ് പ്രൈസിൽ ബാക്കി നൽകാനുള്ള തുക ഒരു റിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കുറച്ച് നൽകേണ്ടതാണ്. നമ്പർ 3 റൈറ്റ് ടു റിസീവ് സ്റ്റേറ്റ്മെൻറ്റ്. ദി ഹയറർ ഹാസ് ദി റൈറ്റ് ടു റിസീവ് എ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഓണർ ഷോയിങ് ദി എമൗണ്ട് പെയ്ഡ്, ദി എമൗണ്ട് ഡ്യൂ എക്സെട്ര. കൊടുത്ത തുക, കൊടുക്കാനുള്ള തുക തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓണറുടെ പക്കൽ നിന്ന് കിട്ടുന്നുള്ള അവകാശം ഹയറർക്കുണ്ട്. നമ്പർ 4 റൈറ്റ് ടു റിസീവ് നോട്ടീസ്. ഹി ഹാസ് ദി റൈറ്റ് ടു റിസീവ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ഫ്രം ദി ഓണർ ബിഫോർ ഹിസ് ടെർമിനേഷൻ ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ നോൺ പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റിൽ വീഴ്ച വരുത്തുന്നത് മൂലം എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതിന് മുൻപ് അത് സംബന്ധിച്ച് എഴുതിയുള്ളൊരു നോട്ടീസ് ഓണറുടെ പക്കൽ നിന്ന് ലഭിക്കുന്നതിനുള്ള അവകാശം ഹയറർക്കുണ്ട്. നമ്പർ 5 റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദി എക്സസ് പേയ്മെൻറ്റ്. ദി ഹയറർ ഹാസ് ദി റൈറ്റ് ടു റിസീവ് ദി എക്സസ് ഇഫ് എനി ഓഫ് ദി എമൗണ്ട് പെയ്ഡ് ബൈ ഹിം ടിൽ ദി ഡേറ്റ് ഓഫ് റീപൊസഷൻ ഓഫ് ദി വാല്യൂ ഓഫ് ദി ഗുഡ്സ് ഓൺ ദി ഡേറ്റ് ഓഫ് റീപൊസഷൻ. സാധനങ്ങൾ തിരിച്ചെടുക്കുന്ന തീയതി വരെ അടച്ചിട്ടുള്ള തുക സാധനങ്ങൾ തിരിച്ചെടുക്കുന്ന സമയത്ത് അവയ്ക്കുള്ള വിലയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതലായി അടച്ചിട്ടുള്ള തുക തിരിച്ചു കിട്ടുന്നതിനുള്ള അവകാശം ഹയറർക്കുണ്ട്. നെക്സ്റ്റ് ഈസ് റൈറ്റ്സ് ഓഫ് ദി ഓണർ ഓർ വെൻഡർ. നമ്പർ 1 റൈറ്റ് ടു റിക്കവർ അരിയേഴ്സ്. ദി ഹയർ വെൻഡർ ഹാസ് ദി റൈറ്റ് ടു റിക്കവർ അരിയേഴ്സ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. കുടിശ്ശികയുള്ള ഇൻസ്റ്റാൾമെൻറ്റുകൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള അവകാശം വെൻഡർക്കുണ്ട്. നമ്പർ 2 റൈറ്റ് ടു റീപോസസ് ദി ഗുഡ്സ്. ഓൺ ഡിഫോൾട്ട് ഇൻ പേയിങ് എനി ഇൻസ്റ്റാൾമെൻറ്റ് ഹി ഹാസ് ദി റൈറ്റ് ടു റീപോസസ് ദി ഗുഡ്സ്. ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതിനുള്ള അവകാശം വെൻഡർക്കുണ്ട്. നമ്പർ 3 റൈറ്റ് ടു റീറ്റെയിൻ ദി എമൗണ്ട് റിസീവ്ഡ്. ഓൺ ടെർമിനേഷൻ ഓഫ് എഗ്രിമെൻറ്റ് ദി ഓണർ വിൽ ഹാവ് ദി റൈറ്റ് ടു റീറ്റെയിൻ ദി എമൗണ്ട് ദാറ്റ് ഹി ഹാസ് ഓൾറെഡി ബീൻ റിസീവ്ഡ്. എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിനോടകം കിട്ടിയിട്ടുള്ള തുക കയ്യിൽ വയ്ക്കുന്നുള്ള അവകാശം വെൻഡർക്കുണ്ട്. നെക്സ്റ്റ് ഈസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് സെയിൽസ്. ദി ഫോളോയിങ് ആർ ദി പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് സെയിൽ. നമ്പർ 1 മീനിങ്. ഹയർ പർച്ചേസ് ഈസ് എൻ എഗ്രിമെൻറ്റ് ടു പർച്ചേസ് ഓർ സെൽ ഗുഡ്സ് ഓൺ കണ്ടീഷൻ ദാറ്റ് പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്
and the ownership will be transferred only when the last installment is paid. But sales is a contract whereby the goods are sold on condition that payment is made immediately or in future, whereas the ownership of the goods is transferred immediately. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് നൽകിക്കൊള്ളാമെന്നും എന്നാൽ സാധനങ്ങളുടെ ഉടമസ്ഥത അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നൽകുമ്പോൾ മാത്രമേ കൈമാറുകയുള്ളൂ എന്നുമുള്ള വ്യവസ്ഥയിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു എഗ്രിമെൻ്റാണ്. സെയിൽസോ പേയ്മെൻറ്റ് അപ്പോൾ തന്നെ അല്ലെങ്കിൽ പിന്നീട് നൽകുന്നതിനും എന്നാൽ സാധനങ്ങളുടെ ഉടമസ്ഥത അപ്പോൾ തന്നെ കൈമാറുന്നതിനുമുള്ള ഒരു കോൺട്രാക്റ്റാണ്. നമ്പർ 2, പാർട്ടീസ്. The parties to a hire purchase agreement are hire purchaser and hire seller. The parties to the sale are buyer and seller. ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലെ കക്ഷികൾ ഹയർ പർച്ചേസറും ഹയർ സെല്ലറുമാണ്. എന്നാൽ സെയിൽസിലെ കക്ഷികൾ ബയറും സെല്ലറുമാണ്. നമ്പർ 3, ടൈറ്റിൽ ഇൻ ദി ഗുഡ്സ്. Title or property, that is ownership in the goods, passes to the hire only on the payment of last installment. Property or title in the goods passes to the buyer immediately at the time of contract of sale. ഹയർ പർച്ചേസിൻ്റെ കാര്യത്തിൽ സാധനങ്ങളുടെ ഉടമസ്ഥത അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നൽകുമ്പോൾ മാത്രമേ കൈമാറുന്നുള്ളൂ. എന്നാൽ സെയിൽസിൻ്റെ കാര്യത്തിൽ സാധനങ്ങളുടെ ഉടമസ്ഥത സാധനങ്ങൾ വിൽക്കുമ്പോൾ തന്നെ കൈമാറുന്നു. നമ്പർ 3, ബയേഴ്സ് പൊസിഷൻ. Position of purchaser is that of a hirer till he pays the last installment in the case of hire purchase. The position of the buyer is that of the owner of the goods in the case of sales. ഹയർ പർച്ചേസിൻ്റെ കാര്യത്തിൽ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത് വരെ ഹയർ പർച്ചേസർക്ക് സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്ന ഒരാളിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. എന്നാൽ സെയിൽസിൻ്റെ കാര്യത്തിൽ ബയർക്ക് സാധനങ്ങളുടെ ഉടമ എന്ന സ്ഥാനം ലഭിക്കുന്നു. നമ്പർ 5, termination of contract. The hirer can terminate the contract by returning the goods to its owner. The buyer cannot terminate the contract and is bound to pay the price of the goods in the case of sales. ഹയർ പർച്ചേസിൻ്റെ കാര്യത്തിൽ സാധനങ്ങൾ തിരികെ നൽകിക്കൊണ്ട് ഹയറർക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയും. എന്നാൽ സെയിൽസിൻ്റെ കാര്യത്തിൽ ബയർക്ക് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. നമ്പർ 6, ലോസ് ഓൺ നോൺ പേയ്മെൻറ്റ്. On non-payment of any installment, the hire vendor can repossess the goods. The risk of any non-payment is borne by the seller. ഹയർ പർച്ചേസിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് വീഴ്ച വരുത്തുമ്പോൾ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നുള്ള അവകാശം ഹയർ വെൻഡർക്കുണ്ട്. എന്നാൽ സെയിൽസിൻ്റെ കാര്യത്തിൽ നോൺ പേയ്മെൻറ്റ് മൂലമുള്ള നഷ്ടം സെല്ലർ തന്നെ വഹിക്കണം. നമ്പർ 7, പാസിംഗ് ഓഫ് ടൈറ്റിൽ. The hire purchaser cannot pass the title of the goods to anybody. The buyer can pass the title of the goods to anybody. ഹയർ പർച്ചേസർക്ക് സാധനങ്ങളുടെ ഉടമസ്ഥത ആർക്കും കൈമാറാൻ കഴിയില്ല. എന്നാൽ ബയർക്ക് സാധനങ്ങളുടെ ഉടമസ്ഥത കൈമാറാൻ കഴിയും. നമ്പർ 8, റിസ്ക് ഇൻ ഗുഡ്സ്. If the hire purchaser takes reasonable care as is required to be taken by the bailey, he is not responsible for the loss of goods. The buyer becomes the owner on signing of the contract. Any loss of goods will have to be borne by him. സാധനങ്ങൾ പണയത്തിനെടുത്തിട്ടുള്ള ഒരു ബെയിലി എടുക്കേണ്ടതായ ന്യായമായ ശ്രദ്ധ ഹയർ പർച്ചേസർ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് സാധനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് ഹയർ പർച്ചേസർ ഉത്തരവാദിയായിരിക്കില്ല. എന്നാൽ സെയിൽസിൻ്റെ കാര്യത്തിൽ ബയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ സാധനങ്ങളുടെ ഉടമയായി കഴിയുന്നത് കൊണ്ട് സാധനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അയാൾ തന്നെ വഹിക്കേണ്ടതാണ്. Last point, number 9, GST. Goods and service tax is levied only when the title is transferred. But in the case of sales, goods and service tax is levied at the time of sale. ഹയർ പർച്ചേസിൻ്റെ കാര്യത്തിൽ സാധനങ്ങളുടെ ഉടമസ്ഥത കൈമാറുമ്പോൾ മാത്രമേ GST ചാർജ് ചെയ്യുന്നുള്ളൂ. എന്നാൽ സെയിൽസിൻ്റെ കാര്യത്തിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ തന്നെ GST ലെവി ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് distinction between hire purchase system and installment system. The following are the points of distinction between hire purchase system and installment system. Number 1, meaning. Hire purchase is an agreement to purchase or sell goods on condition that payment will be made in installments, but the ownership of the goods will be transferred only when the last installment is paid. But installment system is a system
ഓഫ് ഔട്ട്റൈറ്റ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് വിത്ത് ദി ഫെസിലിറ്റി ഓഫ് പേയിങ് ദി പ്രൈസ് വിത്ത് ഇൻട്രസ്റ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റുകളായി നൽകിക്കൊള്ളാമെന്നും എന്നാൽ സാധനങ്ങളുടെ ഉടമസ്ഥത അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നൽകുമ്പോൾ മാത്രമേ കൈമാറുകയുള്ളൂ എന്നുമുള്ള വ്യവസ്ഥയിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു എഗ്രിമെൻ്റാണ് ഹയർ പർച്ചേസ് സിസ്റ്റം. എന്നാൽ സാധനങ്ങളുടെ വില പലിശയും കൂടെ ചേർത്ത് ഇൻസ്റ്റാൾമെൻറ്റുകളായി അടയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യത്തോടു കൂടി സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും തന്നെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ഉടമസ്ഥതയോടു കൂടി സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. നമ്പർ 2, പാർട്ടീസ് ടു ദി കോൺട്രാക്ട്. The parties to the contract are hire purchaser and hire vendor in the case of hire purchase system. The parties to the contract are buyer and seller in the case of installment system. Number 3, nature of relationship. The relationship between the hire purchaser and hire vendor is that of a bailee and a bailer, but the relationship between the parties in the case of installment system is that of a buyer and seller. ഹയർ പർച്ചേസറും ഹയർ വെൻഡറും തമ്മിലുള്ള ബന്ധം ഒരു ബെയിലറും ബെയിലിയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ പണയത്തിന് നൽകുകയോ വാങ്ങുകയോ ചെയ്യുന്നവർ പോലുള്ള ബന്ധം പോലെയാണ്. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ കക്ഷികൾ തമ്മിൽ ബയറും സെല്ലറും തമ്മിലുള്ള ബന്ധമാണുള്ളത്. നമ്പർ 4, പൊസഷൻ. ദി പ്രോപ്പർട്ടി ഓർ ടൈറ്റിൽ ഇൻ ദി ഗുഡ്സ് passes only when the last installment is paid in the case of hire purchase system, but the property passes as soon as the contract is signed in the case of installment system. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ സാധനങ്ങളുടെ ഉടമസ്ഥത കൈമാറുന്നുള്ളൂ. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ സാധനങ്ങളുടെ ഉടമസ്ഥത കൈമാറുന്നു. നമ്പർ 5, ബെയറർ ഓഫ് ദി ലോസ്. If the hire purchaser takes reasonable care as is required to be taken by the bailee, he is not responsible for the loss of goods. As the buyer becomes the owner on signing the contract, any loss of the goods will have to be borne by the buyer. ഹയർ പർച്ചേസർ സാധനങ്ങൾ പണയത്തിനെടുത്തിട്ടുള്ള ഒരു ബെയിലിയുടേതായ ശ്രദ്ധ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് സാധനങ്ങൾക്കുണ്ടാകാവുന്ന നഷ്ടത്തിന് ഹയർ പർച്ചേസർ ഉത്തരവാദിയായിരിക്കില്ല. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ ബയർ സാധനങ്ങളുടെ ഉടമയായി മാറുന്നത് കൊണ്ട് പിന്നീട് സാധനങ്ങൾക്കുണ്ടാകാവുന്ന നഷ്ടം അയാൾ തന്നെ വഹിക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്പർ 6, റീപൊസഷൻ. If the hire purchaser makes default in payment of the installment, the hire vendor can repossess the goods. If the buyer makes default in payment of any installment, the seller cannot repossess the goods. He can only sue for the payment due. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾമെൻറ്റുകൾ അടയ്ക്കുന്നതിൽ ഹയർ പർച്ചേസർ വീഴ്ച വരുത്തിയാൽ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നുള്ള അവകാശം ഹയർ വെൻഡർക്കുണ്ട്. എന്നാൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നുള്ള അവകാശം സെല്ലർക്കില്ല. മറിച്ച് കിട്ടാനുള്ള പേയ്മെൻറ്റിന് വേണ്ടി സ്യൂട്ട് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നുള്ള അവകാശമേ സെല്ലർക്കുണ്ടായിരിക്കുകയുള്ളൂ. ലാസ്റ്റ് പോയിന്റ് നമ്പർ 7, ടെർമിനേഷൻ ഓഫ് എഗ്രിമെൻറ്റ്. ദി ഹയർ പർച്ചേസർ ക്യാൻ ടെർമിനേറ്റ് ദി കോൺട്രാക്ട് ബൈ റിട്ടേണിംഗ് ദി ഗുഡ്സ്. The buyer cannot terminate the agreement by returning the goods. സാധനങ്ങൾ തിരികെ നൽകിക്കൊണ്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നുള്ള അവകാശം ഹയർ പർച്ചേസർക്കുണ്ട്. എന്നാൽ സാധനങ്ങൾ തിരികെ നൽകിക്കൊണ്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നുള്ള അവകാശം ബയർക്ക് ഇല്ല. ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.